നമസ്കാരം. ബഡ്ജറ്റ് 350 കോടി, റിലീസ് 38 ഭാഷകളിൽ, സൂര്യനായകനെ എത്തുന്ന വൻപൻ ചിത്രത്തിന്റെ അപ്ഡേറ്റ് നാളെ. തമിഴിൽ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ചിത്രമാണ് കങ്കുവ. സൂര്യനായകനെ എത്തുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സിരുത്തെ സിവയാണ്. ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെ മറ്റൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. കങ്കുവയുടെ ആദ്യ ഗാനം നാളെ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ വാർത്ത. സൂര്യയുടെ പെരുന്നാളിനോട് അനുബന്ധിച്ചുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 1000ഓളം കലാകാരന്മാർ അണിനിരന്ന ഫയർ സോങ് ആണ് പുറത്തുവരാൻ പോകുന്നത്. ഈ വരുന്ന ഒക്ടോബർ 10 ചിത്രം തിയേറ്ററുകളിലെത്തും. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മമ്മൂട്ടി ഗൗതം മേനോൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കൊച്ചി പനമ്പള്ളി നഗരിൽ പുരോഗമിക്കുകയാണ്. ഏകദേശം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ 10 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം 55 ദിവസത്തിന് താഴെ മാത്രമാണ് ഉണ്ടാവുക. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാൻ പോകുന്ന 6ാമത്തെ ചിത്രം ഒരു ലോ ബഡ്ജറ്റ് ലേബലിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. മമ്മൂക്ക ഡിറ്റക്റ്റീവ് റോളിലെത്തുന്ന ഈ ഒരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വരാൻ പോവുകയാണ്. കൃത്യമായൊരു ഡേറ്റ് ഇതുവരെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും അടുത്ത മാസം ആദ്യമോ അല്ലെങ്കിൽ ടെർബോ എന്ന സിനിമയുടെ OTT റിലീസിന് ശേഷമോ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം സുസ്മിത ഭട്ട് മമ്മൂക്കയുടെ നായികയായ ചിത്രത്തിൽ എത്തുമ്പോൾ കഴിവുറ്റ ഒട്ടനവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഒരു ഷൂട്ടിംഗ് സ്റ്റിൽ പിക്ക് ലീക്കാവുകയും അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മമ്മൂക്ക ഗൗതം മേനോൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.